ഹായ്, ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി എളുപ്പത്തിലുണ്ടാക്കിയ ഒരു മീൻകറി കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് മീൻകറി. പക്ഷേ വൈകിട്ട് ശ്രീരേട്ടൻ വന്ന് കഴിച്ചിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല മീൻകറിയാണല്ലോ എന്നൊക്കെ. കാര്യം ഇവിടെ കുടംപുളി ഇട്ട മീൻകറിയാണ് വെക്കുന്നതെങ്കിൽ ശ്രീരേട്ടൻ എന്തോ കുടംപുളി മീൻകറിയോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ തക്കാളി എടുക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും അതിൻ്റെ കുരു കളഞ്ഞിട്ട് എടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ തട്ടിക്കൂട്ട് മീൻകറി ആയതുകൊണ്ട് തന്നെ വലിയ അലങ്കാരങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ ഉള്ളി ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുമെന്നറിയാം, എന്നാലും ഞാൻ എളുപ്പത്തിന് സവോള കേട്ടോ എടുത്തത്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ടില്ല, എന്തോ എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട്. കാര്യം തക്കാളി ഇടുന്നെങ്കിലും അത്യാവശ്യം മീൻ കറിക്ക് പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ വലിയ പുളിയൊന്നും വേണ്ട. അപ്പോഴാണ് മാഷ് പറഞ്ഞത് ഞാൻ മാഷർ കൊണ്ടുവരാമെന്നും പറഞ്ഞ് അങ്ങനെ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ സവോളയും തക്കാളി എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടി. മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ മീൻ എനിക്കൊരു ദിവസം ഫ്രിഡ്ജിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഫ്രഷായിട്ട് തന്നെ നമ്മൾ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ വെള്ളം ആദ്യം ഒഴിക്കണ്ട കേട്ടോ, അധികം വെള്ളം ഇല്ലാതെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പിന്നെ എൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇത് ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെ ഒക്കെ രണ്ടിൻ്റെ കൂടെ നമുക്ക് ഒരേപോലെ കഴിക്കാവുന്നൊരു മീൻ കറിയാണ്. കുടംപുളി മീൻ കറി ആകുമ്പോൾ അത് പറ്റില്ല, ചോറിനാണല്ലോ കൂടുതലും നല്ലത്. പിന്നെ ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ. ബായ്.